അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 3 തെറ്റുകൾ. 1, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് മരണത്തിന് ശേഷം വേറെ ഇവിടെ വെച്ച് തന്നെ അള്ളാഹു തരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എത്രയോ പേര് അനുഭവിക്കണില്ലേ? മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ച ഒരുത്തനെങ്കിലും നേരെയായിട്ടുണ്ടോ മനുഷ്യ ഈ ലോകത്ത്? ഇല്ലടാ. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും തല്ലണോന്നോ ചീത്ത വിളിക്കണോന്നൊന്നുമില്ല. ഒരു സഹാബി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു മഹാൻ സഹാബി എന്നൊരു മഹാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ വെളിയിൽ വന്ന് നിന്ന് വിളിച്ചു, മോനെ ജുറൈജ്. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മളെ പോലെ കഞ്ചാവടിച്ച് നടക്കുന്നവനല്ല. 24 മണിക്കൂർ ഇബാദത്ത, പെണ്ണുപോലും കെട്ടിയിട്ടില്ല. ജുറൈജ് ഒറ്റയ്ക്ക് ഭയങ്കര നിസ്കാരവാ. വീട്ടിൽ നിന്നാ നിസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് പോയി റൂം കെട്ടിയിട്ട് രാവും പകലും നിസ്കാരം. മോനെ കാണണമെന്ന് ഉമ്മയ്ക്ക് ആഗ്രഹം. ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്. ജുറൈജ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. കൈയടിച്ചില്ല. കൈയടിച്ചിട്ട് സലാം വീട്ടിക്കെട്ടി എന്തേന്ന് ചോദിക്കാമെന്ന് കരുതി ഉമ്മ വീടിന് വെളിയിൽ കാത്തു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും അറിയില്ല, ഉമ്മ പോയി. ജുറൈജ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഉമ്മ പോയി. ഉമ്മ പിന്നെയും വന്നപ്പോഴും ജുറൈജ് നിസ്കാരത്തില. ഉമ്മ വിളിച്ചു, മോനെ ജുറൈജ്. ഇല്ല, അപ്പോഴും നിസ്കാരത്തില. സത്യത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്തെന്നറിയോ? ഈ കെട്ടിയ കൈ അടിക്കാൻ പാടില്ല എന്നാ. നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ ആ കൈ അടിക്കാൻ പാടുണ്ടോ? അടിക്കാൻ പാടില്ല. എന്നാൽ നീ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം നിന്റെ ഉമ്മ വന്നിട്ട്, ഇപ്പൊ ഞാൻ സുന്നത്ത് നിസ്കരിക്കുക, എന്റെ ഉമ്മ വന്നിട്ട് സിറാജേ, മോനെ സിറാജേ എന്ന് വിളിച്ച അള്ളാടെ മുന്നിൽ കെട്ടിയിരിക്കണ ഈ കൈ അഴിച്ചിട്ടിട്ട് എന്തേ ഉമ്മച്ചി എന്ന് ചോദിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാടെ ഉമ്മ. അള്ളാടെ മുന്നിൽ കെട്ടിയ കൈ പിന്നെ അടിക്കാൻ പാടില്ല എന്നാ. പക്ഷെ ഉമ്മ വിളിച്ചാലോ നിസ്കാരമല്ല. പടച്ചവനെ, ഞാൻ അങ്ങനെ നിൽക്കരുത്. ജുറൈജിനത് അറിയില്ലായിരുന്നു. ജുറൈജ് എന്ത് ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് തന്നെ നിന്നു. ഉമ്മ വിളിച്ചു, കൈയഴിച്ചില്ല, ഉമ്മ പോയി. പക്ഷെ 3ാമതും വന്നു, അപ്പോഴും നിസ്കാരം. പക്ഷെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. എൻ്റെ വല്ലാത്ത നിസ്കാരല്ലേ അള്ളാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഇവനെ ഒന്ന് നാണം കെടുത്തിയേക്കണേ പടച്ചവനെ, ഒരൊറ്റ വാക്ക്. അവൻ എത്രയും വലിയ നിസ്കാരവും വലിയ ഇതും. പടച്ചവനെ, ഇവനെ മരിക്കുന്നതിന് മുമ്പ് നീ ഇവനെ ഒന്ന് നാണം കെടുത്തണം പടച്ചവനെ. ഉമ്മ ഒറ്റ വാക്കും പറഞ്ഞിട്ട് പോയി. ജുറൈജ് ഇതൊന്നും അറിഞ്ഞില്ല. പടച്ചവനെ, ജുറൈജ് ചെറുപ്പക്കാരനാ. ആ നാട്ടിലെ ഏറ്റവും വഴിപടച്ച ഒരു സുന്ദരിയായ പെണ്ണുണ്ട്. ഇവനെ എപ്പോഴും ലൈനടിക്കുന്നുണ്ട്. പക്ഷെ ജുറൈജ് വീഴണില്ല. ഈ പെണ്ണ് ജുറൈജിന്റെ റൂമിനകത്ത് പോയിട്ട് ഉടുതുണി ഉരിഞ്ഞു കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ചങ്ങാതി നിസ്കരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ പെണ്ണെന്ത് ചെയ്ത് വരുന്നതും പോകുന്നതും നാട്ടുകാർ കണ്ടു. ഒരു ദിവസം ഈ പെണ്ണ് നാട്ടുകാരോട് പറയുന്നു, ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടന്നു. ഈ പെണ്ണ് പറയുക, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. പടച്ചവനെ നാണം കെടാൻ തുടങ്ങി. പറയണ പള്ളിയിലെ ഖതീബിനെ കുറിച്ച് കേട്ടാ പിന്നെ വിടുവോ? വീടൊക്കെ തല്ലി പൊളിച്ചു, ജുറൈജിനെ അടിച്ചു. വല്ലാത്ത പ്രശ്നമായി. നാട്ടുകാർ മുഴുവനും നാറി നാണം കെട്ടു. ജുറൈജ് തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, അല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അല്ല. അവസാനം ജുറൈജ് റളിയല്ലാഹു തആല മഹാനവരുടെ ചരിത്രം പറയുന്നു, എല്ലാവരുടെ മുന്നിലും നാണം കെട്ടു. ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പെണ്ണു പറയുന്നു, ഇതിന്റെ വാപ്പ ജുറൈജ. ഇങ്ങനെ കാണിച്ചു കൊടുക്ക, ഒരു തെളിവുമില്ല. കാരണം ഈ പെണ്ണ് കയറി ഇറങ്ങി പോകുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അവസാനം ജുറൈജ് ചോദിച്ചു, എനിക്ക് സത്യം തെളിയിക്കാൻ ഒരു നിമിഷം തരുമോ? ഞാൻ തെളിയിച്ചു തരാം, ഇതെന്റെ കുഞ്ഞാണോ ഇല്ലയോ എന്ന് ഞാൻ തെളിയിച്ചു തരാം. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു. അവര് സമ്മതിച്ചു. 2 റക്അത്ത് നിസ്കരിച്ചു. സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ എന്ത് തെറ്റാ അള്ളാഹ് ചെയ്തേ? റബ്ബേ, ഞാൻ എന്ത് ചെയ്തതിന്റെ പേരില്ല? അപ്പോഴാ പറഞ്ഞു കൊടുക്കണത് ഉമ്മാടെ ശാപമാ. അവസാനം ജുറൈജ് കരഞ്ഞു. എന്നിട്ട് വഴി പറഞ്ഞു കൊടുത്തു. പടച്ച റബ്ബ്, ഈ പാല് കുടിക്കണ ചോര കുഞ്ഞിനെ ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അത്തഹയ്യാത്തിൽ ഉയർത്തുന്ന ഈ കൈയെടുത്ത് കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചിട്ട് ചോദിച്ചു, മോനെ, നിന്റെ വാപ്പ ആരാടാ? എല്ലാരും ചോദിച്ചു, ജുറൈജ, നീ എന്താടാ ഞങ്ങളെ കളിയാക്കുകയാ? ഈ പാല് കുടിക്കണ കുഞ്ഞ് സംസാരിക്കുവോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കോ? നീ എന്താ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ജുറൈജ് പിന്നെയും ചോദിച്ചു, മോനെ, നിന്റെ വാപ്പ ആരാടാ? ഉറക്ക വിളിച്ചു പറ. അപ്പ ആ കുട്ടി പറഞ്ഞു കൊടുത്തു, എന്റെ വാപ്പ ജുറൈജല്ല, ഒരാട്ടിടയന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിന്റെ പേരിൽ? നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഉമ്മ വിളിച്ചിട്ട് വിളി കേൾക്കാത്തതിന്റെ പേരിൽ.
അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണ്ടല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, വദ്ദയ്യൂസു അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസാ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ കഴിയാത്ത മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയുവോ? തന്റെ ഭാര്യ, തന്റെ മക്കള്, പടച്ചവരെ തന്റെ ഭാര്യ സന്താനങ്ങൾ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വൃത്തികേടിന് സമ്മതം കൊടുക്കുന്ന ഭർത്താവ്. എന്ത് മോശമായ കാര്യം ചെയ്യാൻ, ഏത് വൃത്തികേടുകളെ ചെയ്യുവാനും സമ്മതം കൊടുക്കുന്ന ഭർത്താവ്. തഴമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും ആലിമാണെങ്കിലും ഹജ്ജ് ചെയ്തവനാണെങ്കിലും വഅദ് പറയുന്നവനാണെങ്കിലും തങ്ങളാണെങ്കിലും ഏത് വലിയാണെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഭാര്യ വൃത്തികേടുകൾ ചെയ്യാൻ സിനിമ കാണാ, സീരിയല് കാണാ, തുണി മറയ്ക്കാതെ നടക്കാ, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കാ, ഏത് പേക്കൂത്തുകളും കാണിക്കാൻ സമ്മതം കൊടുത്താ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഹറാമാ. എന്റെ പ്രിയപ്പെട്ടവരെ പേടിക്കണം. നിരന്നിരിക്കുന്ന വാപ്പമാര്, ഇത് നിന്റെ നെഞ്ചത്തേക്ക് കരിങ്കല്ല് പോലെ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. ഇത് നിന്റെ നെഞ്ചത്തിലേക്കാ ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, പടച്ചവനെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്തെല്ലാം ദുസ്വഭാവങ്ങളാണ് അവൾക്ക്. പടച്ചവനെ നീ തിരുത്താറില്ലല്ലോ, എന്തുകൊണ്ട് തിരുത്തുന്നില്ല, എന്തുകൊണ്ട് തിരുത്തി കൊടുക്കുന്നില്ല? പടച്ചവനെ തെറ്റ് തെറ്റ് തന്നെയാണല്ലോ, അതാര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണല്ലോ. അല്ലാഹുവേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്തിരുന്നു കൊണ്ട് ഏശലി പറയുമല്ലോ, പരദൂഷണം പറയുമല്ലോ, മറ്റുള്ളവരെ കുറ്റം പറയുമല്ലോ. എടാ, തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്തതെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. പ്രവാചകൻ പറയുമായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ഖുൽതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയ കദാ വകദാ فقال صلى الله عليه وسلم لقد قلت كلمة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, നബിയേ, അവിടെന്ന് പറഞ്ഞു, നബിയേ, സഫിയ നീളം കുറഞ്ഞവളാ. സഫിയ എന്ന് പറയുന്ന മഹദിയെ കുറിച്ച് അവൾ നീളം കുറഞ്ഞവളാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് പറയുമല്ലോ. നിന്റെ ഭാര്യ അയൽവാസിയെ കുറിച്ച്, ഏട്ടന്റെ ഭാര്യയെ കുറിച്ച്, അനിയന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ പെങ്ങളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച് അവൾ അങ്ങനത്തവളാണ്, ഇവൾ ഇങ്ങനത്തവളാണ്, അവൾ അങ്ങനെ ചെയ്യുന്നവനാണ്, ഇവൻ ഇങ്ങനെ ചെയ്യുന്നവനാണ്, അവൾ നീളം കുറഞ്ഞവളാണെന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവളെ പച്ച ഇറച്ചി തിന്നില്ല, അവളെ പച്ചയ്ക്ക് കത്തിച്ചില്ല, അവളെ നാണം കെടുത്തിയില്ല. പടച്ചവനെ, മുത്തുനബി അങ്ങനെയായിരുന്നു. തെറ്റ് കണ്ടാ തിരുത്തുമായിരുന്നു. അത് മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീടിനകത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ മുഖം ചുമക്കുകയാ. പ്രവാചകന്റെ മുഖമങ്ങ് ചുമക്കുകയാണ്. റസൂലുള്ളാഹിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. റസൂലുള്ളാഹിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഒരിക്കൽ
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുഖം ചുമന്നു തുടുത്തു, വല്ലാത്ത ദേഷ്യം വന്നു. ആയിഷ ബീബി പേടിച്ചു പോയി. എന്തേ നബിയെ, എന്തു പറ്റി നബിയെ? ആയിഷ, നീ കിടക്കുന്ന വിരിപ്പ് നീ കണ്ടില്ലേ? നീ കിടക്കുന്ന വിരിപ്പ് കണ്ടില്ലേ? നീ കിടക്കുന്ന വിരിപ്പ് നീ കണ്ടില്ലേ? ആ വിരിപ്പിന്റെ അകത്തൊരു ചിത്രമുണ്ടായിരുന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി. ആയിഷ ബീബി വിരിച്ചിരുന്ന വിരിപ്പിന്റെ അകത്ത് ഒരു ചിത്രമുണ്ടായിരുന്നു, ഒരു ജീവിയുടെ പടം ഉണ്ടായിരുന്നു. ഈ പടം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോപം കൊണ്ടിട്ട്, നീ ഇത് കണ്ടില്ലേ? ഇതുള്ള വീട്ടിൽ മലക്ക് വരൂന്ന് നിനക്കറിയില്ലേ? മനുഷ്യൻ ഈ ജീവികളുടെ രൂപമുള്ള വീട്ടിൽ മലക്കുകൾ വരില്ല എന്ന് നിനക്കറിയില്ലേ? നീ എന്താ ഇത് കാണിക്കുന്നത്? അത് മുറിച്ചുകള ആയിഷ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ നിങ്ങൾ നോക്കടോ, വീടിൻ്റെ അകത്ത് വിരിച്ചിട്ടിരുന്ന ഒരു പുതപ്പിൻ്റെ അകത്ത് ഒരു ചിത്രം കണ്ടപ്പോ ഈ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരത്തില്ല, ഇത് വെട്ടിമുറിച്ച് കളയെന്ന് മുത്തുനബി പറഞ്ഞെങ്കിൽ നമ്മുടെ വീടിനകത്ത് അവസ്ഥ ആലോചിച്ച് വയ്ക്കുക. നമ്മുടെ വീടിനകത്ത് അവസ്ഥ ആലോചിച്ച് വയ്ക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. അവിടെ മലക്കില്ല, പിന്നെ കുഴപ്പമില്ല. വരുന്നുണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാന്റെ മലക്ക് വീട്ടിൽ വന്നാലല്ലേ കുഴപ്പമുള്ളൂ. ഞാൻ എപ്പോഴും പൂച്ചയെ കുറിച്ച് വഴുതു പറയും. പൂച്ചയെ വളർത്താൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂച്ചയെ വളർത്താൻ ഞാൻ അതിൻ്റെ ഹദീസ് പഠിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പൂച്ചയെ വളർത്താൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂച്ചയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂച്ചയെ വളർത്താൻ വീട്ടിൽ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ പറയണ്ട, ഉമ്മ കേക്കുമ്മ പൂച്ചയെ വളർത്താം. നിരങ്ങളെ, എങ്കിലും മസല പറഞ്ഞു തരട്ടെ. പൂച്ചയെ വളർത്താം. പൂച്ചയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സഹാബത്തും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു വളർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു വളർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇത് മാത്രം ക്ലിപ്പെടുത്തേക്കരുതട്ടാ. പക്ഷേ പൈസ കൊടുത്തിട്ട് പൂച്ചയെ വാങ്ങൽ ഹറാമാണെന്ന് നബിയിന റസൂലുള്ളാഹി. എന്തേ ഹദീസ്? എന്തേ ഹദീസ്? എന്തേ ഹദീസ്? ഹദീസ് വേണോ? ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പൈസ കൊടുത്തിട്ട് നീ പൂച്ചയെ വാങ്ങാനും പാടില്ല, നീ അതിനെ വിൽക്കാനും പാടില്ലെന്ന് നബിയിന റസൂലുള്ളാഹി. ഇപ്പൊ കത്തിയ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ പൂടെയൊക്കെ ഉള്ള സിംഹത്തെ പോലെ നടക്കുന്ന പൂച്ചയെ നീ ഫ്രീ ആയിട്ട് മേടിച്ചതാ? ഫ്രീ ആയിട്ട് മേടിച്ചതാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഹദീസ് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. എന്തായാലും വെറുതെ പറഞ്ഞ് എന്തായാലും വിവാദത്തിന് കൊടുക്കില്ല. ഞാൻ അതിന്റെ ഹദീസ് ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ പറയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സ്വഹാബാ, തെറ്റ് കണ്ടാ നിങ്ങൾ തിരുത്തണേ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ അനുവാദം കൊടുക്കരുത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ സമ്മതം കൊടുക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഈ നിരന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന അനാചാരങ്ങള്, നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്. പക്ഷേ നമ്മൾ തിരുത്തുകയില്ലല്ലോ, നമ്മളത് തിരുത്താൻ തയ്യാറല്ലല്ലോ. എന്തുകൊണ്ട് നമ്മളത് തിരുത്തി കൊടുക്കുന്നില്ല? അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ തലമറയ്ക്കാതെ നടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതു മനുഷ്യനാവുള്ളത്? ഉടുതുണി ഉരിഞ്ഞിട്ട് കിടന്ന് ആടുന്ന ആണിന്റെയും പെണ്ണിന്റെയും സിനിമ കണ്ട് ആസ്വദിക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതു ഭർത്താവുള്ളത്? നിസ്കരിക്കാതെ കിടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏത് ഭർത്താവുള്ളത്? എല്ലാവർക്കും അറിയുമല്ലോ. പക്ഷേ നമ്മൾ തിരുത്താൻ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങൾ വല്ലാതെ പേടിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, പടച്ചവനെ നമ്മുടെ മക്കൾ ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ വളരുന്നത്, നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വളരുന്നത്. പടച്ചവനെ ബാപ്പയും ഉമ്മയുടെയും സ്വഭാവം മക്കൾ കണ്ടുകൊണ്ട് വളരുകയാ. എന്തിനാ സഹോദരാ പെണ്ണിനെ ഇത്രയും സൂക്ഷിക്കാ പറയുന്നത്? എന്തിനാ? പെണ്ണിനോട് വല്ലാത്ത ദേഷ്യമുള്ളത് കൊണ്ടല്ല, ഒരു പെണ്ണിന്റെ വിഷയത്തിൽ ഭർത്താവും മാതാപിതാക്കളും സൂക്ഷിക്കണമെന്ന് പറയാറുള്ള കാരണം എന്താ? ഒരു പെണ്ണ് നന്നായാ എല്ലാം നന്നാകുമല്ലോ, ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാകുമല്ലോ. വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു നല്ല ഉമ്മയുടെ വയറ്റിന്റെ അകത്തെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ, ഒരു നല്ല ഉമ്മയുടെ ഗർഭാശയത്തിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു നല്ല ഉമ്മാനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ, ഒരു നല്ല ഉമ്മയെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. പെണ്ണ് കെട്ടാൻ നടക്കുന്ന ചെറുപ്പക്കാര്, പെൺമക്കൾക്ക് ആ ഭർത്താവിനെ തെരഞ്ഞു നടക്കുന്ന ഉപ്പമാരോട് നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല പെണ്ണിനെ പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടത് ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജാ ഖലീഫയായിട്ടിരിക്കുമ്പോ രാത്രി ഇറങ്ങി നടക്കുകയാണ്, രാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ്. തന്റെ ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ചറിയാ ഉമർ തങ്ങൾ ഉറക്കമൊടിച്ചിട്ട് നടക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു കുടിലിനകത്ത് വഴക്ക് നടക്കുകയാ. ഒരുമ്മയും മകളും കൂടെ വീടിനകത്ത് വല്ലാത്ത വഴക്ക് നടക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. ഒരുമ്മയും മകളും വല്ലാതെ വഴക്ക് കൂടുകയാണ്. എന്താ കാരണമെന്നറിയുവോ? ഉമ്മ പറഞ്ഞു, മോളെ പാലില് വെള്ളം കലർത്താൻ ഉമ്മ പറയുകയാ. ഉമ്മ തന്റെ മകളോട് പറയുന്നു പാലില് വെള്ളം കലർത്താൻ. ഉമ്മയോട് തന്റെ പൊന്നുമോള് പറഞ്ഞു, ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യം ഭരിക്കുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യം ഭരിക്കുന്നത്. പടച്ചവനെ അതാ പിടിച്ചാൽ വല്ലാത്ത ശിക്ഷയാണല്ലോ. ഉമർ തങ്ങൾ വീടിന്റെ വെളിയിൽ നിന്ന് കേൾക്കുകയാണ്. പൊന്നുമകൾ ഉമ്മയോട് പറയുകയാ. ആ സമയത്ത് ഉമ്മ പറയുന്നു, മോളെ ഉമറങ്ങ് മദീനയിലല്ലേ, ഉമർ തന്റെ വീടിനകത്തല്ലേ, ഈ രാത്രിയിൽ നമ്മൾ വെള്ളമൊഴിക്കുന്നത് ഉമർ അറിയില്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ ഉമ്മ അതാ പൊന്നുമകളോട് അവിടെ നിന്ന് കൽപ്പിക്കുമ്പോ പൊന്നുമോള് പറഞ്ഞു, ഉമ്മ ഉമർ കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ, ഉമർ അറിഞ്ഞില്ലെങ്കിലും ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു അറിയുമല്ലോ. പടച്ചവരെ പൊന്നുമകൾ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് പോയി. പടച്ചവനെ സുബഹി നമസ്കാരം കഴിഞ്ഞു. ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ വീട്ടുകാർ മരണമാണ്, അവർക്ക് വല്ലാത്ത പട്ടിണിയാണ്. ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. ഉമ്മ തന്റെ പൊന്നുമകളോട് പാലിൽ വെള്ളം കലർത്താൻ പറയാറുള്ള കാരണം എന്തെന്നറിയോ? ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞിരിക്കുകയാ. ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു പോയപ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, വീടിന്റെ അകത്ത് പട്ടിണിയാണ്. അതുകൊണ്ടാണ് ഉമ്മ തന്റെ പൊന്നുമകളോട് പാലില് വെള്ളം കലർത്താൻ പറഞ്ഞിരിക്കുന്നത്. ഉമർ തങ്ങൾ അറിയുകയാ, ഉമർ തങ്ങൾ അറിയുകയാ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. തന്റെ വീടിനകത്തേക്ക് കടന്നു പോവുകയാണ്. തന്റെ ആമക്കളെ വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, മക്കളെ, ഒരു പാവപ്പെട്ട യതീമായ പെൺകുട്ടിയുണ്ട്. അല്ലാഹുവിനെ വല്ലാത്ത പേടിയുള്ള പെൺകുട്ടിയാണ്. എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമായിരുന്നു. എനിക്കതിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് ചോദിക്കുകയാണ്. ആസിം എന്ന് പറയുന്ന മകനോട് രണ്ട് മക്കളെ വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, പെണ്ണ് കെട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കെട്ടുമായിരുന്നു ആ പെണ്ണിന്. കാരണം അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ. അവൾ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണാ. അവൾ തെറ്റ് ചെയ്യാത്ത പെണ്ണാണ്. അവൾ ഹറാമ് ചെയ്യാത്ത പെണ്ണാണ്. പടച്ചവനെ പേടിച്ച് നടക്കുന്ന പെണ്ണാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങളിൽ ആരാണ് അവളെ വിവാഹം കഴിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ ആസിം എന്ന് പറയുന്ന പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, ഞാൻ തയ്യാറാണ്. പണമില്ലെങ്കിലും യതീമാണെങ്കിലും പാവപ്പെട്ടവളാണെങ്കിലും ഇസ്ലാമിന്റെ ഖലീഫയുടെ മകനാണ് പറയുന്നത്. അല്ലാഹുവിനെ പേടിയുള്ളവളാണല്ലോ, അവൾ ഈമാനുള്ളവളാണല്ലോ, അവൾ ദീനുള്ളവളാണല്ലോ. അവിടുന്ന് വിവാഹം കഴിക്കുകയാണ്. ആ യതീമായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് രണ്ടുപേരും കുടുംബജീവിതം നയിക്കുകയാണ്. അവരുടെ തലമുറയിലാണ് പടച്ച റബ്ബ് കൊടുത്തതാരെന്നറിയുമോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആ മഹാനെ പടച്ച റബ്ബ് കൊടുത്തതാ കുടുംബ പരമ്പരയിലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമല്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആരെന്നറിയോ? പടച്ചവനെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വരികയാണ്. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ. എന്തിനാ ഖിദ്മത്ത് ചെയ്യാറ്? മരിക്കാൻ പോകുകയാണല്ലോ. അവസാനമായിട്ടൊന്ന് ഖിദ്മത്ത് ചെയ്യാറ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, പെണ്ണേ, നീ എനിക്കെല്ലാം പൊരുത്തപ്പെടണേ. യാത്ര പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ വീടിന്റെ വെളിയിലിറങ്ങ്. എന്റെ അടുക്കൽ നിൽക്കല്ലേ. എന്നെ കാണാൻ അതിഥികൾ വരാ സമയമായി. നീ വീടിന്റെ പുറത്തിറങ്ങണേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തഥാ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്റെ ചാരത്ത് നിൽക്കുന്ന ഭാര്യയെ പുറത്തിറക്കുകയാ. വാതിലടയ്ക്കാൻ പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, പടച്ചവനെ, ഭർത്താവ് വീടിനകത്ത് കിടന്ന് സംസാരിക്കുകയാ. അവിടുന്ന് സലാമടക്കുകയാ. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ഒളിഞ്ഞു നോക്കുകയാണ്. ആരോടാണ് ഭർത്താവ് സംസാരിക്കുന്നത്? ആരോടാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സംസാരിക്കുന്നത്? പടച്ചവനെ, ഒന്നും കാണുന്നില്ലല്ലോ. അവസാനം കുറച്ചു കഴിഞ്ഞപ്പോ വീടിന്റെ റൂമിന്റെ അകത്ത് ശബ്ദമില്ല. റൂമിന്റെ അകത്ത് ശബ്ദം കേൾക്കുന്നില്ല. പടച്ചവനെ, വാതില് തുറന്നു. റൂമിന്റെ അകത്ത് വല്ലാത്ത പരിമളമാ, വല്ലാത്ത സുഗന്ധമടിക്കുകയാ. പടച്ചറബ്ബേ, ചെന്ന് നോക്കിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ അല്ലാഹുവേ, പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചു കിടക്കുകയാ. ഭാര്യ വീടിന്റെ വെളിയിൽ നിന്നിട്ട് തന്റെ ഭർത്താവ് മലക്കുകളോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. സലാമടക്കുന്നത് കേൾക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുഖത്തേക്ക് തുണിയിട്ട ഭർത്താവ് പിന്നെ എഴുന്നേറ്റില്ല. പടച്ച
പടച്ചവനെ ആ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. പടച്ചവനെ മയ്യത്ത് കുളിപ്പിച്ചവർ നോക്കുമ്പോ ശരീരം മുഴുവനും വലിയ വലിയ അടയാളങ്ങൾ കാണുകയാ. ചാട്ടവാറ് കൊണ്ട് തല്ലിയ അടയാളങ്ങൾ കാണുകയാ. എങ്ങനെയാണിത് സംഭവിച്ചതെന്നറിയില്ലല്ലോ, എങ്ങനെയാണിത് സംഭവിച്ചതെന്നറിയില്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് ജനങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മരണപ്പെട്ടു പോയ ഭർത്താവിനെ കുറിച്ച് തന്റെ ഭാര്യയോട് അവിടുന്ന് ജനങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോ അവിടുന്നൊരു ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ലോകത്ത് അല്ലാഹനെ പേടിയില്ല, എന്റെ ഭർത്താവിനെ പോലെ പടച്ചറപ്പിനെ പേടിച്ച ഒരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, പാഠമുണ്ടടാ ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ തെരഞ്ഞു നടന്നോ. പണവും സൗന്ദര്യവും കുടുംബ മഹിമയും മാത്രമല്ല, ദീൻ വേണേ, അല്ലാഹുവിനെ പേടി വേണേ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ, നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ. അവരെന്ത് തെറ്റ് ചെയ്താലും തിരുത്തടേ, അനുവാദം കൊടുക്കരുത്, ഒരിക്കലും നീ സമ്മതിക്കരുത്. എന്തൊക്കെ വിഷയം സംഭവിച്ചാലും നിന്റെ വീടിന്റെ അകത്ത് ഹറാമ് ചെയ്യാൻ അനുവദിക്കരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചൊരു ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുകയാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ഭാര്യയും ഭർത്താവും ഇവിടെ കിടന്ന് വഴക്ക് കൂടുന്നത് പോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കിടന്ന് വഴക്ക് കൂടുകയാണ്. ആരാണെന്നറിയുവോ? എന്തിനാ വഴക്ക് കൂടുന്നതെന്നറിയോ? എന്തിനാ വഴക്ക് കൂടുന്നതെന്നറിയോ? എന്നെ നശിപ്പിച്ചത് നിങ്ങളാ. നിസ്കരിക്കാതെ കിടന്നപ്പോ നിങ്ങൾ പറഞ്ഞാ ഞാൻ അനുസരിക്കുമായിരുന്നല്ലോ, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലല്ലോ. നിങ്ങൾ എഴുന്നേറ്റ് പള്ളിയിൽ പോയി എന്നെ നിസ്കരിക്കാൻ നിങ്ങൾ വിളിച്ചുണർത്തിയില്ലല്ലോ. ഞാൻ തലമറയ്ക്കാതെ നടന്നപ്പോ, ഞാൻ ചുരിദാറും സാരിയും ഉടുത്തിയിട്ട് നടന്നപ്പോ നിങ്ങളത് തെറ്റാണെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. എന്നെ പിഴപ്പിച്ചത് നിങ്ങളാണല്ലോ, നിങ്ങളെ പിഴപ്പിച്ചത് നിങ്ങളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാര്യയും ഭർത്താവും നാളെ പരലോകത്ത് കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മണിയോടടുക്കുകയാണ്. നമുക്ക് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് ദുആ ചെയ്തുകൂടെ? ഇത് ശഅബാനിന്റെ രാത്രിയല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമല്ലേ. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് നമുക്കൊന്ന് ദുആ ചെയ്യണ്ടേ? അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, റമളാനിലേക്ക് എനിക്ക് നീ ആയുസ് നീട്ടി തരണേ അല്ലാ. പടച്ച റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ തകൃതിയിലാണത് നടക്കുന്നത്. പടച്ചവനെ, ഒരു മാസം മുമ്പാണ് അതിന്റെ തറക്കല്ലിട്ടത്. ആ മദ്രസയുടെ പണി റബ്ബേ വല്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാ. നിങ്ങൾ കൊടുക്കുന്ന സഹായം കൊണ്ടാ, നിങ്ങൾ കൊടുക്കുന്ന സഹായം കൊണ്ടാ. ആരുടെ മുന്നിലും വലിയവനാകാനല്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാറ്, ഹദീസ് പഠിക്കാറ്, പടച്ചവനെ നിസ്കരിക്കാൻ പഠിക്കാറ്, എല്ലാ നന്മകളും പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ ആ മദ്രസയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. ഇല്ലെന്ന് പറയില്ലേ, ഇല്ലെന്ന് പറയില്ലേ. പെങ്ങളെ, സ്വർണത്തിന് വല്ലാത്ത വിലയുള്ള സമയമാ. മോതിരവും കമ്മലും ഒരുപാടിട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങന്മാരുണ്ടല്ലോ. പടച്ചവനെ, സ്വർണത്തിന്
വല്ലാത്ത വിലയാ പെങ്ങള്. എങ്കിലും നിനക്ക് സ്വർഗത്തെ കുറിച്ചറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവേ പ്രവാചകൻ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ഫാത്തിമ പാവപ്പെട്ടവളാട്, കഴിക്കാ ഭക്ഷണമില്ലാത്തവളാട്, ധരിക്കാ വസ്ത്രമില്ലാത്തവളാട്, കയറിക്കിടക്കാൻ ഒരു നല്ല വീടില്ലാത്തവളാ ഫാത്തിമ. അലിയാര് തങ്ങളല്ലേ വിവാഹം കഴിച്ചത്. ഫാത്തിമയ്ക്ക് ശരീരത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർണ്ണമിടണമെന്ന് വല്ലാത്ത മോഹമാ. പടച്ചവനെ, മദീനയിലൂടെ പെണ്ണുങ്ങൾ സ്വർണ്ണമിട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോ ഫാത്തിമ ബീവിക്ക് പെടുന്ന ആഗ്രഹമുണ്ടായിരുന്നു, ഒരിക്കലെങ്കിലും ഒരു സ്വർണ്ണമിടണമെന്ന്. ഒരിക്കലെങ്കിലും അല്ലാഹുവേ, ഫാത്തിമ ബീവിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം കാത്തിരുന്നു. അവസാനം ഒരു ദിവസം മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ട് ഫാത്തിമ ബീവിക്കൊരു വള വാങ്ങിച്ചു കൊടുത്തു. എവിടെ നിന്നോ ഒരു വള കിട്ടി. ഫാത്തിമ ബീവിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ സന്തോഷമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ സന്തോഷമുണ്ടല്ലോ. അലിയാര് തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. കാരണം സ്വർണ്ണവള വാങ്ങി തന്നിരിക്കുകയാ, സ്വർണ്ണവള വാങ്ങി തന്നിരിക്കുകയാ. ഫാത്തിമയ്ക്ക് എങ്ങനെയും അടുക്കാൻ കഴിയാത്ത സന്തോഷമാ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് വരുന്നത്. ആ വളയിട്ടിട്ട് ഒരുപാട് നേരമായില്ല, ആ വളയിട്ടിട്ട് ഒരുപാട് നേരമായില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പിതാവ് വീട്ടിലേക്ക് കയറി വരികയാ. ഫാത്തിമ ബീവി ഉപ്പാനെ കാണിക്കാറ്, എന്റെ ഭർത്താവ് എനിക്കൊരു വള വാങ്ങി തന്നല്ലോ എന്ന് തന്റെ വാപ്പയെ കാണിക്കാ. ഫാത്തിമ ബീവി ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണവള തന്റെ ഭർത്താവ് വാങ്ങിത്തന്ന വള ഒന്ന് കാണിക്കുകയാണ്. റസൂലുള്ള കാണട്ടെ, എന്റെ ഭർത്താവ് വാങ്ങിത്തന്ന വളയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ കിടക്കുന്ന വള ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. വീടിന്റെ മുന്നിൽ വന്ന മുത്തുനബിയുണ്ടല്ലോ, വീടിന്റെ മുന്നിൽ വന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്ത് കേറിയില്ല. അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ അകത്ത് കേറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ അകത്ത് കേറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാ. മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ മുന്നിലേക്ക് വന്ന പ്രവാചകനെ പെടുന്നു. ഫാത്തിമ ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകെ ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകെ ഓടുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നിട്ട് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, വാപ്പാ എന്തേ ഉപ്പ എന്നോട് പിണക്കമാണോ? എന്തേ വീടിന്റെ അകത്ത് കേറാത്തത്? എന്ത് പറ്റിയിപ്പ? അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പൊന്നാര മകള് ചോദിക്കുകയാ. വാപ്പയോട് ചോദിക്കുന്നു, എന്തേ വാപ്പാ എന്റെ വീടിന്റെ അകത്ത് കേറാതെ പോകുകയാണോ? എന്നോട് പിണക്കമാണോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തത് കൊണ്ടാണ്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ ഈ നന്ദാവരയിലെ ഉറൂസിന് കടന്നു വന്ന പെങ്ങന്മാര് പഠിക്കണം പെങ്ങളെ. റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോളെ ഫാത്തിമ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ പണി നടക്കുകയാ. അതാ മസ്ജിദുൻ നബവിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പള്ളിയുടെ പണി നടക്കുമ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സദഖ കൊടുക്കുകയാണ്. ഈ സമയത്ത് എന്റെ പൊന്നുമോളുടെ കയ്യിലൊരു വള കിടക്കുന്നല്ലോ. പള്ളിയുടെ പണി നടക്കുന്നു, എല്ലാരും അല്ലാഹുവിന്റെ പള്ളിയെ സഹായിക്കുമ്പോ എന്റെ പൊന്നുമോളുടെ കയ്യിലൊരു വള കിടക്കുന്നുണ്ടല്ലോ. എന്റെ പൊന്നുമോൾക്ക് സ്വർഗം വേണ്ടേ? എന്റെ പൊന്നുമോൾക്ക് സ്വർഗം വേണ്ടേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ ഏത് വളയെന്നറിയോ? ഏത് വളയെന്നറിയോ?
തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എത്രയോ കാലം കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ആഗ്രഹത്ത് പറയുന്നത് പള്ളിക്ക് പൈസ വേണ്ട സമയത്ത് എന്റെ പൊന്നുമോള് സ്വർണ്ണവളയിട്ടുകൊണ്ട് നടക്കുകയാണോ? സ്വർഗം വേണ്ടേ ഫാത്തിമ, സ്വർഗം വേണ്ടേ ഫാത്തിമ? യാ റസൂലല്ലാഹ്, തന്റെ കയ്യിൽ കിടന്ന വളഹുരിയിട്ട് എനിക്ക് സ്വർഗം മതി നബിയേ. തന്റെ ഭർത്താവ് ആഗ്രഹത്തോടെ കൊണ്ടുകൊടുത്ത ആകെയുണ്ടായിരുന്ന വള ഊരിക്കൊടുത്തിട്ട് എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം മതി എന്ന് പറഞ്ഞു ഊരിക്കൊടുത്ത ഫാത്തിമ ബീവി